ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഫോക്കസ് യൂട്യൂബ് ചാനൽ. വരാൻ പോകുന്ന PSC സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൽ ആവശ്യമായിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാതെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി നമ്മൾ നോക്കി പോകണം. കാരണം റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺ. ഇത് ബൈ ഹേർട്ട് ചെയ്ത് വെക്കണം. പ്രിസർവേഷൻ, സ്റ്റോണിന്റെ പ്രിസർവേഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഏതൊക്കെയാണ് മെറ്റീരിയൽസ്? പെയിന്റ്, പാരാഫിൻ, കോൾട്ടാർ, ലിൻസീഡ് ഓയിൽ, സൊല്യൂഷൻ ഓഫ് ആലം ആൻഡ് സോപ്പ്, സൊല്യൂഷൻ ഓഫ് ബെരീറ്റ അഥവാ ബേരിയം ഹൈഡ്രോക്സൈഡ്. സെക്കൻഡ് ടോപ്പിക് ആണ് ടൂൾ യൂസ്ഡ് ഫോർ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ. ഡിഫറെന്റ് ടൂൾസ് നമ്മൾ സ്റ്റോണിന്റെ ഡ്രസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്പാളിംഗ് ഹാമർ. സ്പാളിംഗ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റഫ് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ. സ്പാളിംഗ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റഫ് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ. Auger. Auger is used for drilling large and deep holes. Auger is used for drilling large and deep holes. Booster. Booster യൂസ് ചെയ്യുന്നത് ടു കട്ട് സോഫ്റ്റ് സ്റ്റോൺ. സോഫ്റ്റ് സ്റ്റോണിനെ കട്ട് ചെയ്യാനാണ് ബൂസ്റ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗിംലെറ്റ്. ഗിംലെറ്റ് യൂസ് ചെയ്യുന്നത് ബോറിംഗ് സ്മോൾ ഹോൾസ്. സ്മോൾ ഹോൾസിനെ ബോർ ചെയ്യാനാണ് ഗിംലെറ്റ് യൂസ് ചെയ്യുന്നത്. ഗാഡ് ഈസ് യൂസ് ടു സ്പ്ലിറ്റ് ദ സ്റ്റോൺ. സ്പ്ലിറ്റ് ചെയ്യാൻ, അതായത് സ്റ്റോണിനെ സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗാഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ ഡ്രൈ കണ്ടീഷൻ. അതിന്റെ ആൻസർ 15 tons per m square ആണ്. The maximum safe bearing capacity of black cotton soil in dry condition 15 tons per m square. അതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോഫ്റ്റ് ക്ലേ 10 tons per m square. മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഫൈൻ സാൻഡ് 10 tons per m square. മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ലൂസ് ഗ്രാവൽ ആണ് 25 tons per m square. കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മ്യൂറം ആൻഡ് സോഫ്റ്റ് റോക്ക്, അതിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഏകദേശം 45 tons per m square ആണ്. അതായത് മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ ഡ്രൈ കണ്ടീഷൻ 15 tons per m square, സോഫ്റ്റ് ക്ലേ 10 tons per m square, ഫൈൻ സാൻഡ് 10 tons per m square, ലൂസ് ഗ്രാവൽ 25 tons per m square, കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മ്യൂറം 45 tons per m square, സോഫ്റ്റ് റോക്ക് 45 tons per m square. Due to metamorphism, limestone changes to marble. ഇത് മെറ്റമോർഫിസം സംഭവിച്ച് ലൈംസ്റ്റോൺ എന്തായിട്ട് മാറുന്നു? മാർബിൾ ആയിട്ടാണ് മാറുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാനൈറ്റ് ചേഞ്ചസ് ടു നിസ്, സാൻഡ്സ്റ്റോൺ ചേഞ്ചസ് ടു ക്വാർട്സൈറ്റ്, ലൈംസ്റ്റോൺ ചേഞ്ചസ് ടു മാർബിൾ, ഷെയിൽ ചേഞ്ചസ് ടു സ്ലേറ്റ്. എന്തൊക്കെയാണ്? ഗ്രാനൈറ്റ് ചേഞ്ചസ് ടു നിസ്, സാൻഡ്സ്റ്റോൺ ചേഞ്ചസ് ടു ക്വാർട്സൈറ്റ്, ലൈംസ്റ്റോൺ ചേഞ്ചസ് ടു മാർബിൾ, ഷെയിൽ ചേഞ്ചസ് ടു സ്ലേറ്റ്. മിനറൽസ് ഇൻ ദ സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സിലെ മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോളോമൈറ്റ്, ഗ്ലൂക്കോനൈറ്റ്, ലിമോണൈറ്റ്, കാൽസൈറ്റ്, ജിപ്സം, മാഗ്നസൈറ്റ് ആൻഡ് ഹൈഡ്രേറ്റ്. എന്തൊക്കെയാണ് സെഡിമെന്ററി റോക്സിലെ മിനറൽസ്? ഡോളോമൈറ്റ്, ഗ്ലൂക്കോനൈറ്റ്, ലിമോണൈറ്റ്, കാൽസൈറ്റ്, ജിപ്സം, മാഗ്നസൈറ്റ് ആൻഡ് ഹൈഡ്രേറ്റ്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കേട്ട് തന്നെ പഠിക്കുക. റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ എന്നെ സഹായിച്ച ഒരു മെത്തേഡാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ട് പഠിക്കുക എന്നൊരു മെത്തേഡ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് നമ്മൾ കേൾക്കുമ്പോൾ എക്സാം ഹാളിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ബൈ ഹേർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനിയും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള റെയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ഇത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.